മമ്മൂട്ടി 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 നിറഞ്ഞു നിൽക്കുന്ന ഒരു സിനിമയാണ് മമ്മൂട്ടി കമ്പനിയുടെ ഏറ്റവും പുതിയ സിനിമയായ കളം കാവൽ. മമ്മൂട്ടിയും വിനായകനുമാണ് പ്രധാന വേഷങ്ങളെ അഭിനയിക്കുന്നത്. ഒരു ലോ പ്രൊഫൈൽ ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു സൈക്കോപാത്തിനെ എങ്ങനെ മനോഹരമായി അവതരിപ്പിക്കാം എന്ന് മമ്മൂട്ടി ഇതിൽ കാണിച്ചു തരുന്നു. ഇന്ത്യൻ സിനിമയിൽ ഒരുപക്ഷെ മമ്മൂട്ടിക്ക് മാത്രമേ നായകസ്ഥാനത്തിൻ്റെ ഉത്തുംഗത്തിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അതുപോലെ അദ്ദേഹം ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു സ്ലാങ് ഉണ്ട്, തിരുവനന്തപുരം സ്ലാങ്. നമ്മൾ രാജമാണിക്യത്തിൽ കേട്ടതുപോലെ ലൗഡായിട്ടുള്ള അല്ലെങ്കിൽ തമാശ ജനിപ്പിക്കുന്ന ഒരു സ്ലാങ് അല്ല. കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ബോർഡറിൽ തിരുവനന്തപുരം ഭാഗത്തുള്ളവർ എങ്ങനെ മലയാളം സംസാരിക്കുമെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. അതുപോലെയുള്ള ഒരു സ്ലാങ്, അതിനോട് വളരെ അടുത്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ അതേ ലെവലുള്ള ഒരു ഭാഷയാണ് മമ്മൂട്ടി ഇതിൽ സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് സ്ലാങ് കൈകാര്യം ചെയ്യാനുള്ള കഴിവ് അല്ലെങ്കിൽ ഭാഷയുടെ വ്യത്യസ്തതകൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ആൾറെഡി നമുക്ക് വളരെ അധികം സിനിമകളിൽ ബോധ്യപ്പെട്ടിട്ടുള്ളത് തന്നെയാണ്. ഇനി രണ്ടാമത്തെ പ്രധാന കഥാപാത്രത്തിലേക്ക് വന്നാൽ വിനായകൻ സാധാരണ രീതിയിൽ ചെയ്യുന്ന ലൗഡായിട്ടുള്ള കുറച്ച് പെർഫോം ചെയ്ത് തകർക്കുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറല്ല ഇതിലുള്ളത്. വളരെ സെർട്ടിലായിട്ട് അദ്ദേഹം തൻ്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു പോലീസുകാരൻ്റെ മാനരസങ്ങളെല്ലാം ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെ. ഇപ്പോൾ ഞാൻ മമ്മൂട്ടി ഒരു സൈക്കോ കില്ലറാണെന്നും വിനായകൻ ഒരു പോലീസാണെന്നും പറഞ്ഞത് ഒരിക്കലും ഒരു സ്പോയിലറല്ല. ഇത് നമുക്ക് ട്രെയിലറിൽ നിന്നും അല്ലെങ്കിൽ ടീസറിൽ നിന്നും എല്ലാം മനസ്സിലാവുന്നതാണ്. ഒപ്പം തന്നെ ആദ്യത്തെ ഒരു 5 മിനിറ്റിൽ തന്നെ ഇതെല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ്. ഈ കഥ എന്താണെന്ന് വളരെ വ്യക്തമായി ആദ്യത്തെ 5 അല്ലെങ്കിൽ 10 മിനിറ്റിനുള്ളിൽ തന്നെ പ്രേക്ഷകന് മനസ്സിലാകുന്നുണ്ട്. ഇനി ഈ സിനിമയിൽ വരുമ്പോഴുള്ള ഒരു പ്രധാന ചോദ്യം, ഇത് സൈനൈഡ് മോഹൻ്റെ കഥയാണോ? സൈനൈഡ് മോഹൻ്റെ കഥയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഡഹാഡ് എന്ന സീരിയലിൻ്റെ അല്ലെങ്കിൽ സീരീസിൻ്റെ കഥ തന്നെയാണോ ഇതിനുള്ളത്? അങ്ങനെയാണെങ്കിൽ തന്നെ ഇതിൻ്റെ ആസ്വാദനത്തെ അത് ബാധിക്കുന്നുണ്ടോ? ഇതെല്ലാം പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങളിലേക്ക് നമ്മൾ തീർച്ചയായും വരും. കുറേ അധികം സ്ത്രീ കഥാപാത്രങ്ങൾ ഈ കഥയുടെ പ്രധാന ഭാഗമാണെങ്കിൽ പോലും ഈ സ്ത്രീ കഥാപാത്രങ്ങൾക്കൊന്നും കാര്യമായി പെർഫോം ചെയ്യാൻ ഒന്നും ഇല്ല. അവരവരുടെ ഭാഗങ്ങൾ അവരവർ വന്ന് അഭിനയിച്ചിട്ട് വളരെ വൃത്തിയായി ചെയ്തിട്ട് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക ഒന്നും അതിലില്ല. മറ്റൊരു എടുത്തു പറയേണ്ട കഥാപാത്രം മിസ്സായത് ജിബിൻ ഗോപിനാഥ് ചെയ്തിരിക്കുന്ന പോലീസുകാരനാണ്. അദ്ദേഹം തൻ്റെ വേഷം വളരെ ഡീസൻ്റായി ചെയ്തിട്ടുണ്ട്. മുമ്പ് പല സിനിമകളിലും അദ്ദേഹത്തിന് നല്ല പെർഫോമൻസ് കണ്ടിട്ടുണ്ടെങ്കിലും ഇതൊരു മുഴുനീള കഥാപാത്രമാണ്. ഇനി ടെക്നിക്കൽ സൈഡിലേക്ക് പോയാൽ ടെക്നിക്കൽ പാർട്സ് എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടും ഡീസൻ്റ് ആയിട്ടും ചെയ്തിട്ടുള്ളതായിട്ടാണ് മനസ്സിലാകുന്നത്. ഞാനൊരു ടെക്നീഷ്യൻ അല്ല അതിനെപ്പറ്റി കൂടുതലായിട്ട് അഭിപ്രായം പറയാൻ. എന്നാൽ ഒരു ആസ്വാദകൻ്റെ ലെവലിൽ നിന്ന് നോക്കുമ്പോൾ ഇതിന് വളരെ ചേരുന്ന ഒരു മ്യൂസിക്, നല്ല സിനിമാറ്റോഗ്രാഫി, നല്ല ഫ്ലോ ഉള്ള ഡയറക്ഷൻ, ഇതെല്ലാം ഈ സിനിമയ്ക്ക് ലഭിക്കുന്നുണ്ട്. ഇനി ആ പ്രധാന ചോദ്യത്തിലേക്ക്, സൈനൈഡ് മോഹൻ്റെ കഥയാണോ ഇത്? ഡഹാഡുമായി ഇതിന് ബന്ധമുണ്ടോ? സത്യസന്ധമായി പറഞ്ഞാൽ തീർച്ചയായും ബന്ധമുണ്ട്. ഇതിൻ്റെ ഒരു ബേസ് എടുത്തിരിക്കുന്നത് അവിടെ നിന്ന് തന്നെയാണ്. ആ സീരീസിൻ്റെ അല്ലെങ്കിൽ ആ ഒറിജിനൽ കഥയുടെ പല എലമെൻസും ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ അങ്ങനെ ഈ സിനിമ പോകുമ്പോൾ ഇൻ്റർവെൽ ബ്ലോക്ക് വരുന്നു. ഇൻ്റർവെൽ ബ്ലോക്കിലാണ് യഥാർത്ഥ ട്വിസ്റ്റ് വരുന്നത്. ഒറിജിനൽ കഥയിൽ നിന്നും അല്ലെങ്കിൽ സീരീസിൽ നിന്നുമെല്ലാം വ്യത്യസ്തമായൊരു ഡയറക്ഷനിലേക്ക് സിനിമ അവിടെ നിന്നും പോവുകയാണ്. അവിടെ മുതൽ അങ്ങോട്ട് നമുക്ക് ഒറിജിനൽ കഥയുമായിട്ട് വലിയ ബന്ധമുള്ളതായി തോന്നുന്നില്ല. ഇൻ്റർവെൽ വരെ കീപ്പ് ചെയ്ത അതേ സസ്പെൻസ് തന്നെ ആ ട്വിസ്റ്റിന് ശേഷവും കീപ്പ് ചെയ്ത് സിനിമയുടെ അവസാന പോയിന്റ് വരെ, അവസാന 5 മിനിറ്റ് വരെ ആ സസ്പെൻസ് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നതാണ് ഈ സിനിമയുടെ വിജയം. ഇനി മുമ്പ് നിങ്ങൾ സൈനൈഡ് മോഹൻ്റെ കഥ കേട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡഹാഡ് എന്ന സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സിനിമയെ അത് ബാധിക്കുമോ, ആസ്വാദനത്തെ ബാധിക്കുമോ എന്ന ചോദ്യം തീർച്ചയായും ഇല്ല. നിങ്ങളത് കണ്ടിട്ടുണ്ടെങ്കിലും തീർച്ചയായും ഈ സിനിമ കാണാം. എങ്ങനെ എന്ന് വെച്ചാൽ, സ്കാം 1992 കണ്ടതിന് ശേഷം ലക്കി ഭാസ്കർ കണ്ടവരായിരിക്കും നമ്മൾ പലരും. സ്കാം 1992 പ്ലെയിനായിട്ട് അതിൻ്റെ സ്റ്റോറി പറഞ്ഞു പോവുകയാണ്. ആ കഥ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞു പോവുകയാണെങ്കിൽ ലക്കി ഭാസ്കർ കുറച്ചുകൂടെ സിനിമാറ്റിക് എലമെൻറ്റ്സ് ചേർത്തിട്ടുള്ള ഒരു സിനിമ ഫോർമാറ്റിലുള്ളതാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ തീർച്ചയായും രണ്ടും നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇതും. ആ സീരീസിൽ പറഞ്ഞു പോകുന്ന പോലെ സ്ട്രെയിറ്റായി കഥ പറഞ്ഞു പോവുകയല്ല, കൂടുതൽ സസ്പെൻസുകൾ നിറച്ച ഒരു സ്റ്റോറിയാണ് ഇവിടെ ഉള്ളത്. അതുമാത്രമല്ല, അതിനേക്കാൾ വളരെയധികം എലമെൻസും സ്റ്റോറി ലെങ്തും ഫസ്റ്റ് ഹാഫ് വരെയാണ് ഒറിജിനൽ കഥയിൽ നിന്നും കടം കൊണ്ടിട്ടുള്ളത്. അതിനുശേഷം വളരെ വ്യത്യസ്തമായൊരു ഡയറക്ഷനിലേക്ക് ഈ സ്റ്റോറി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാം, നിങ്ങൾ പഴയ കഥയും സീരീസും ഒക്കെ കണ്ടിട്ട് ഉണ്ടെങ്കിൽ പോലും. ഒരുപക്ഷെ നിങ്ങൾ അതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും അതിന് മുൻപ് തന്നെ ഈ സിനിമ ആദ്യം കാണാൻ ശ്രമിക്കുക. ഇതൊരു സസ്പെൻസ് ത്രില്ലർ ആയതുകൊണ്ട് തന്നെ അധികം സമയം കളയാതെ, വേസ്റ്റ് ചെയ്യാതെ, അവിടെ നിന്നും ഇവിടെ നിന്നും സസ്പെൻസ് എന്താണെന്ന് കേൾക്കുന്നതിന് മുമ്പേ, സ്പോയിലേഴ്സ് വരുന്നതിന് മുമ്പ് തീർച്ചയായും തിയേറ്ററിൽ പോയി സിനിമ കാണുക. മറ്റു സിനിമാ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നമസ്കാരം.